السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, 71 നമ്പറാണ് ഇന്ന് നമ്മുടെ ക്ലാസിന്റെ നമ്പർ. ചർച്ച മുനാസിബിനെ കുറിച്ച് ഹുക്കുമിയായ ഷറഇന്റെ ഹൈസിയത്തിൽ കൂടെ. അപ്പൊ ഷറഇന്റെ ഹുക്കുമിന്റെ ഹൈസിയത്തിൽ കൂടെ മുനാസിബിന് ലറൂരിയ്, ഹാജിയ്, തഹ്സീനിയ് ഇങ്ങനെ പല ഓഹരികളുണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഇനി തഹ്സീനിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വഹുവ, ഈ തഹ്സീൻ എന്ന് പറഞ്ഞാല് മസ്തുഹുസിന ആദത്തൻ, സാധാരണയിൽ നല്ലതായി അതിനെ കാണപ്പെടുന്നു, അങ്ങനത്തെ ഒന്നാം. മിൻ വൈരി ഇഹ്തിയാജിൻ ഇലൈഹി, അതിലേക്ക് ആവശ്യമൊന്നുമില്ല, എങ്ങാനും സാധാരണയിൽ അത് ഉണ്ടാവുമ്പോൾ നല്ലതാണ് എന്നർത്ഥം. അതാണ് തഹ്സീനിയെ. അത് നിസ്ബ ചെയ്തപ്പോൾ തന്നെ മനസ്സിലാക്കുക, നല്ലതായി കാണുന്ന ഒന്നാണ് തഹ്സീനി എന്ന്. ഇത് ഖിസ്മാനി 2 ഓഹരിയിലാണ് നിൽക്കുന്നത്. ഒന്ന് വൈറു മുആരിദിൽ ഖവാഇദി, നിയമങ്ങളോട് എതിരാവാത്തത് എന്നാണ്. നിയമങ്ങളോട് എതിരാവാത്തതാണ് ഒന്ന്. അതിന് ഉദാഹരണം കസൽബിൽ അബ്ദി അഹ്ലിയത്ത ഷഹാദത്തി, അടിമ എന്നുള്ളത് ഷഹാദത്തിന് അർഹനല്ല. അപ്പൊ ഷഹാദത്തിന് ഉടമയാവുക അബ്ദ് എന്ന് സെൽബിയും പോലെയാണ്. അതിന്റെ ഹിക്മത്തതാ. ഫഇന്നഹു ഗൈറു മുഹ്താജിൻ ഇലൈഹി, അവനിലേക്ക് ആവശ്യമില്ലല്ലോ. കാരണം ഇത് ലൗ ഉസ്ബിതത്ത് ലഹുൽ അഹ്ലിയത്തും, അടിമക്ക് അഹ്ലിയത്തുണ്ടെന്ന് സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ മാളറ, ബുദ്ധിമുട്ടൊന്നുമില്ല, അക്കാരണത്തിന് വേണ്ടി അവനിലേക്ക് ആവശ്യമില്ലതാണ്. അതുകൊണ്ടാണ് സെൽബ് ചെയ്തത്. ലാക്കിന്നുഹു, എങ്കിലും അടിമ മുസ്തഹിസ്സുൻ, നല്ലതായിട്ട് വരും. ഫിൽ ആദത്തിൽ നല്ലതാണ്. അപ്പൊ സാക്ഷി നിൽക്കാൻ പറ്റൂല എങ്കിലും ആദിയ പ്രകാരം എന്താണ്, കുഴപ്പമൊന്നുമില്ല, ആവശ്യമില്ലെങ്കിലും നല്ല തന്നെയാണ്. സെൽബ് ചെയ്തത് എന്തിനാന്ന് ചോദിച്ചാൽ ലിനഖ്സിൽ റഖീഖി അൻ ഹാദൽ മൻസിബി ഷരീഫി അൽ മുൽസിമി, ഹക്കുകളെ നിർബന്ധമാക്കി നിൽക്കുന്ന ഉന്നത സ്ഥാനമാണ് ഷഹാദത്ത്. അത്തരമൊരു ഷഹാദത്തിനെയും തൊട്ട് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം നുക്സാനുണ്ട്. അതുകൊണ്ടാണ് ഷഹാദത്തിന് അർഹനാവൻ അല്ല അടിമ എന്ന് പറയാൻ കാരണം. ബിഖിലാഫിർ റിവായത്തി, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് അതിന് പ്രശ്നമൊന്നുമില്ല, ഷഹാദത്തിനേ പ്രശ്നമുള്ളൂ. അപ്പൊ ഇവിടെ ഇസ്തിഹ്സാന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. തഹ്സീനിക്ക് അതിലേക്ക് ആവശ്യമൊന്നുമില്ല, എന്നിരുന്നാലും സാധാരണഗതിയിൽ ഇനി ഒരു അടിമ സാക്ഷി ഇന്നും നിൽക്കുക, അതിനൊരു കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുആരിദ്, എതിർക്കുന്നതെന്നാ. ഇസ്ലാമിക നിയമത്തിനോട് എതിർപ്പുണ്ട്, മറ്റേ എതിർപ്പില്ലാത്ത അർത്ഥാണ്. ഏതുപോലെയാണ് കൽ കിതാബത്ത് പോലെ അടിമ മോചന കരാറ്. ഫഇന്നഹ, നിശ്ചയമായിട്ടും കിതാബത്ത് വൈറു മുഹ്താജിൻ ഇലൈഹി, അതിലേക്ക് ആവശ്യമില്ല കിതാബത്തിലേക്ക്. കാരണം ഇതിലോ മുനിഅത്ത്, കിതാബത്ത് തടയപ്പെട്ടു എന്ന് വെക്കുക, മാളറ, ഒരു ബുദ്ധിമുട്ട് അവിടെ ഇല്ല. എന്നിരുന്നാലും ലാക്കിന്നഹ, ആ കിതാബത്ത് എന്ന് പറയുന്നത് മുസ്തഹിസനത്തുൻ, അത് നല്ലതാണ്. ഫിൽ ആദത്തി, സാധാരണയിൽ അത് നല്ലതാണ്. ലിത്തവസ്സുലി ബിഹ, എന്താ നന്നാവാൻ കാരണം, ആ കിതാബത്ത് കൊണ്ട് ചേരാൻ കഴിയും. ഇലാ ഫക്കിർ റഖബത്തി മിനർ റിഖി, അടിമയുടെ പിരടിയെ മോചിപ്പിക്കുക എന്നതിലേക്ക് കിതാബത്ത് കൊണ്ട് വസീലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് മുസ്തഹിസനായത്. വഹിയ, എന്നാൽ ഈ റഖബത്തുണ്ടല്ലോ, ഖാരിമത്തുൻ ലി ഖായിദത്തി ഇംതിനാഇ ബൈഇ ശഖ്സി, ഒരു വ്യക്തി വിൽക്കുക ബഅദ മാലിഹി, തന്റെ സമ്പത്തിൽ നിന്ന് അല്പത്തെ, ബിബഅദിൻ ആഖറ, മറ്റൊന്നിന് പകരമായിട്ട് ഒരു വ്യക്തി വിൽക്കാൻ പാടില്ല.
എന്നൊരു കായിക ഇവിടെ ഉണ്ട്. ആ കായികയെ മുറിച്ചു കളയുന്നതാണ് ഏത് ഈ റഖബത്ത്. അപ്പൊ അത് നിയമത്തിനെതിരാണ്. എന്നിരുന്നാലും ആദത്തിൽ കിതാബത്ത് എന്താണ്, ഇസ്തിഹ്സാനാണ് താനും ഇങ്ങനെ വരിക. ഇതാണ് തഹസീനിയുടെ കോലം. ഇത് മാ യുഹസ്സിരുൽ മുകാത്തബോ, കാരണം എന്താന്ന് ചോദിച്ചാൽ മാ വന്ന് യുഹസ്സിരുൽ മുകാത്തബോ, അടിമമോചന കരാർ എഴുതിയ ആള് കരസ്ഥമാക്കുന്ന ഒന്ന്, ഫീ ഖുവ്വത്തി മിൽക്കി സയ്യിദി, സയ്യിദിന്റെ ഉടമയാവുക എന്ന ഖുവ്വത്തിൽ, ലഹു അതാർക്കുള്ളതാണ്, സയ്യിദിനുള്ളതാണ്. അപ്പൊ അടിമ സയ്യിദിന്റെ അധീനതയിലാണ്. ആ ഉടമയുടെ ശക്തി എന്ന നിലപാടിലൂടെ അടിമ മോചനം എഴുതിയ ആള് കരസ്ഥമാക്കുന്ന ഒന്ന് ഓനുള്ളതല്ലേ. അത് എന്തുകൊണ്ടാ ഖുവ്വത്ത്, അജ്ജിസ നഫ്സഹു, മോചന കരാറി എഴുതിയ അടിമ തന്റെ ശരീരത്തെ അശക്തമാക്കിയല്ലോ. അതുകൊണ്ടാണ് ഖുവ്വത്തുണ്ടായത്. ആർക്ക്? അവന്റെ യജമാനന് നിൽക്കുന്ന ഖുവ്വത്തുള്ളത്. ഇത് കാരണം വെച്ചുകൊണ്ടാണ് ഇവിടെ മുആരിദുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ മുആരിദായാലും ആദത്തുൽ ഇസ്തിഹ്സാനാണ്. തഹസീനി കഴിഞ്ഞു. ഇനി സുമ്മൽ മുനാസിബു, പിന്നെ മുനാസിബ് മിൻ ഹൈസി ഇഅ്തിബാറുഹു, മുനാസിബിനെ മാത്രം പരിഗണിക്കുക എന്ന ഹൈസിയത്തിൽ കൂടെ അഖ്സാമുൻ, അത് പല ഓഹരികളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക ഉണ്ടാവാതിരിക്കുക, ആ നിലക്കുള്ള ഒരു ഇഅ്തിബാറാണ് മുനാസിബിനെ കുറിച്ചുള്ളത്. അങ്ങനത്തെ ഹൈസിയത്തിൽ കൂടെ ഇല്ലത്ത് പറയപ്പെടുന്ന മുനാസിബായ ഒരു വസ്ഫിന, അതിൽ പല ഓഹരികളുമുണ്ട്. കാരണം ലിഅന്നഹു ഇൻ ഉത്ബിറ ബിനസ്സിൻ, ആ മുനാസിബിനെ നസ്സുകൊണ്ടാണ് പരിഗണിക്കുന്നത് എങ്കിൽ, ഔ ഇജ്മാഇൻ, അല്ലെങ്കിൽ ഇജ്മാ കൊണ്ടോ നസ്സുകൊണ്ടാണോ പരിഗണിക്കുന്നതെങ്കിൽ എന്തിനെ, ഐനുൽ വസ്ഫി, വസ്ഫിന്റെ ഐനിനെ, ഫി ഐനുൽ ഹുക്മി, ഹുക്മിന്റെ ഐനിൽ, വസ്ഫിന്റെ ഹുക്മിനെ, അതായത് വസ്ഫിന്റെ ഐനിനെ ഹുക്മിന്റെ ഐനിൽ ഇജ്മാ കൊണ്ടോ നസ് കൊണ്ടോ പരിഗണിക്കുന്നത് എങ്കിൽ, ഇവിടെ ഐനുൽ വസ്ഫ് ഐനുൽ ഹുക്മ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നൗഇ എന്നതാണ്. അപ്പൊ ഹുക്മിന്റെ നൗഇൽ വസ്ഫിന്റെ നൗഇനെ എന്ന് വെക്കാർത്ഥം ഇങ്ങനെ പരിഗണിക്കപ്പെടുകയാണ് എങ്കിൽ ഫൽ മുഅസ്സിറു, അപ്പൊ പിന്നെ ഇവിടെ ഫലം വരുത്തുന്നത് ലിളുഹൂരി തഅ്സീരി, അങ്ങനെ മുഅസ്സിർ എന്ന് വന്നത് എന്തുകൊണ്ടാ, അതിന്റെ ഫലം വരുത്തൽ വെളിവായി. ബിമാ ഉഅ്തിബറ ബിഹി, ഏതൊന്നുകൊണ്ടാണോ അതിനെ പരിഗണിച്ചത് ആ ഒരു പരിഗണന കൊണ്ട് അതിന്റെ ഫലം ഇവിടെ വെളിവായി. അതുകൊണ്ട് മുഅസ്സിറായത്. അപ്പൊ അങ്ങനെ വരിക, നസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ വസ്ഫിന്റെ ഇനത്തെയോ ഹുക്മിന്റെ ഇനത്തിൽ പരിഗണിക്കപ്പെട്ടാൽ മുഅസ്സിർ എന്ന് പറയും. മുഅസ്സിർ എന്ന് പറയാൻ കാരണം ഏതൊന്നുകൊണ്ടാണോ പരിഗണിച്ചത്, നസ് കൊണ്ടാണോ എന്നാ ആ പരിഗണിച്ചപ്പോ അതിന്റെ തേത്തിലൂടെ വെളിവായി, അല്ല ഇജ്മാ കൊണ്ടാണോ പരിഗണിച്ചത് എന്നാ അതിന്റെ തേത്തിലൂടെ വെളിവായി. ആ നിലപാടിലൂടെ മുഅസ്സിർ എന്ന് പറയുന്നത്. മിസാറുൽ ഇഅ്തിബാരി ബിൻ നസ്സി, നെസ് കൊണ്ട് പരിഗണിക്കുക, അല്ല മുനാസിബിനെ നെസ് കൊണ്ട് പരിഗണിച്ചതിന്റെ ഉദാഹരണം തഅലീലു നഖദിൽ വുളൂഇ, വുളൂ മുറിയലിനെ ഇല്ലത്താക്കുക. എന്തുകൊണ്ട് ഇല്ലത്താക്കുക? ബിമസ്സിൽ ദക്കർ, ലിംഗത്തെ തൊടൽ കൊണ്ട്. അപ്പൊ ലിംഗത്തെ തൊടൽ കൊണ്ട് വുളൂ മുറിയും. അപ്പൊ വുളൂ മുറിയാനുള്ള ഇല്ലത്ത് ദക്കറിനെ തൊടുക എന്നുള്ളതാ. ഇത് നസ്സാണ്. ഫഇന്നഹു, ഈ പറഞ്ഞത് മുസ്തഫാദും മിൻ ഹദീസ് തുർമദി വഗൈരിഹി, ഇമാം തുർമദിയുടെയും അല്ലാത്തവരുടെയും ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. വുളൂ മുറിയുന്ന ഇല്ലത്ത് മസ്ദക്കറാണ് എന്നത് അത് വ്യക്തമായി തന്നെ ഹദീസിൽ ഉണ്ടല്ലോ. മമ്മസ്സദക്കറ വല്യതവല്ല, ഒരാൾ തന്റെ ലിംഗത്തെ തൊട്ടാൽ അവൻ പോയി ഒന്നുണ്ടാക്കട്ടെ. അപ്പൊ ലിംഗത്തെ തൊട്ടാൽ പോയി ഒന്നുണ്ടാക്കട്ടെ എന്ന് പറയുമ്പോൾ നസ്സാണ്. ലിംഗത്തെ തൊട്ടത് കൊണ്ട് അവന്റെ ഒന്നു മുറിഞ്ഞു, അതുകൊണ്ടാണ് അതുണ്ടാക്കാൻ പറഞ്ഞത്. അപ്പൊ ഒന്നു മുറിയാനുള്ള ഇല്ലത്ത്
ദക്കറിനെ തൊടുക എന്നുള്ളതാണ്. അത് നസ്സല്ലേ. ഇജ്മാ, ഇനി മുനാസിബയെ ഇജ്മാ കൊണ്ടാണ് പരിഗണിക്കുന്നത്. അതിന്റെ ഉദാഹരണം തഅലീലു വിലായത്തിൽ മാലി, സമ്പത്തിന്റെ അധികാരത്തിന് ഇല്ലത്താക്കുക. അലസഗീർ, ചെറിയ കുട്ടിയുടെ മേലിൽ സമ്പത്തിനുള്ള വിലായത്ത് അതിന് ഇല്ലത്താക്കിയത് ബിസിഅർ, ചെറിയ കുട്ടിയാണല്ലോ എന്നതുകൊണ്ടാണ്. ഫഇന്നഹു മുജ്മഉ അലൈഹി, അതാണെങ്കിലോ ഇജ്മാ ആണ് താനും. ചെറിയ കുട്ടി ആയതുകൊണ്ട് ആ കുട്ടിന്റെ മേലിലുള്ള സ്വത്തിന്റെ അധികാരം ഉണ്ട്. അത് വിലായത്തിന് ഇല്ലത്താക്കിയത് സിഗർ കൊണ്ടാണ്, ചെറുപ്പമായിരിക്കുക എന്നതുകൊണ്ട്. അത് ഇജ്മാ ആണല്ലോ. ഇങ്ങനെയാണ് അതിന്റെ ഉദാഹരണം. അപ്പൊ ആ രണ്ട് ഉദാഹരണം കഴിഞ്ഞു. വഇല്ലം യുഅ്തബർ ഐനുൽ വസ്ഫി ഫി ഐനുൽ ഹുക്മി, വസ്ഫിന്റെ ഇനത്തെ ഹുക്മിന്റെ ഇനത്തിൽ പരിഗണിക്കപ്പെടുന്നില്ലെങ്കിലോ ബിഹിമ, രണ്ടുകൊണ്ടും എന്ന് പറഞ്ഞാൽ ഇജ്മാ കൊണ്ടുമില്ല നസ് കൊണ്ടുമില്ല, ഇത് രണ്ടുകൊണ്ടും പരിഗണിക്കപ്പെടുന്നില്ല എങ്കിൽ ബൽ, പിന്നെയോ ഉഅ്തിബറ, അതിനെ പരിഗണിക്കപ്പെട്ടത് എന്തുകൊണ്ടാ? ബിതർതീബിൽ ഹുക്മി, ഹുക്മിനെ ക്രമീകരിക്കൽ കൊണ്ടാ. എന്തിന്? അലാ വിഫ്ഖിഹി, ആ വസ്ഫ് യോജിച്ചു വന്നല്ലോ, ആ വസ്ഫിനോട് യോജിച്ചതിന്റെ മേൽ ഹുക്മിനെ തർത്തീബാക്കുക. ഈ ഒരു ക്രമീകരണം കൊണ്ടാണ് പരിഗണിക്കപ്പെട്ടത്. ഹൈസു സബത്തൽ ഹുക്മു മഅഹു, ആ വസ്ഫോടുകൂടെയാണ് ഹുക്മു സ്ഥിരപ്പെട്ടത്. ആ സ്ഥിരപ്പെട്ടിടത്ത് ആ വസ്ഫിനനുസരിച്ച് വിധി ക്രമീകരിച്ചു. ഈ ഒരു ക്രമീകരണം നോക്കിക്കൊണ്ടാണ് മുനാസിബിനെ പരിഗണിച്ചത്. ഇങ്ങനെ വരും. വലൂക്കാൽ ഇഅ്തിബാറു, ഇനി ചർച്ച മാറുകയാണ്. വലൂക്കാൽ ഇഅ്തിബാറു, ഇനി പരിഗണന ആകുകയാണ് എങ്കിൽ ബിതർതീബി, തർത്തീബ് എന്നോട് പറഞ്ഞല്ല നമ്മൾ ക്രമീകരിക്കുന്നത്. ആ തർത്തീബുൽ ഹുക്ം, അതായത് ഒരു മഹല്ലിൽ ആ വസ്ഫോടുകൂടെ ഹുക്മ് സ്ഥിരപ്പെട്ടു. അങ്ങനത്തെ വസ്ഫിന്റെ മേലിൽ ഹുക്മിനെ ക്രമീകരിക്കുക എന്നതാണ് അലാ വിഫ്ഖി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ പരിഗണന വന്നാൽ അതെങ്ങനെ ഇഅ്തിബാർ ഉണ്ടായത്? ബിഇഅ്തിബാരി ജിൻസിഹി ഫീ ജിൻസിഹി, വസ്ഫിന്റെ ജിൻസിനെ ഹുക്മിന്റെ ജിൻസിൽ പരിഗണിക്കൽ കൊണ്ടുവന്നു. ഐ ജിൻസിൽ വസ്ഫി ഫീ ജിൻസിൽ ഹുക്മി, വസ്ഫിന്റെ വർഗത്തെ ഹുക്മിന്റെ വർഗത്തിലായി പരിഗണിക്കുക. എന്തുകൊണ്ട്? ബിനസ്സിൻ, നസ് കൊണ്ട്, ഔ ഇജ്മാഇ, അല്ലെങ്കിൽ ഇജ്മാ കൊണ്ട്. ഏതുപോലെ? കമാ യകൂനു ബിഇഅ്തിബാരി ഐനിഹി ഫീ ജിൻസിഹി, വസ്ഫിന്റെ ഇനത്തെ ഹുക്മിന്റെ വർഗത്തിൽ പരിഗണിക്കും പോലെ. അവിൽ അക്സി, അല്ലെങ്കിൽ അക്സ് കൊണ്ട് പരിഗണിക്കപ്പെടും പോലെ. കദാലിക, അപ്രകാരം തന്നെ എന്ന് പറഞ്ഞാല് വസ്ഫിന്റെ ജിൻസിനെ ഹുക്മിന്റെ ഐന് പരിഗണിക്കപ്പെടും പോലെ. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ എങ്ങനത്തെ പരിഗണന എന്നറിയുമ്പോ ആ ഐനെ പരിഗണിക്കുന്നത് എങ്ങനത്തെ പരിഗണന? ഔലയായ മിനൽ മദ്കൂരി, പറയപ്പെട്ടതിനേക്കാൾ ഔലയായ പരിഗണന. ഒന്നുകൂടി നമുക്ക് വിശദീകരിക്കാം. രണ്ട് ഖിസ്മ്. ഏതാ രണ്ട് ഖിസ്മ്? ഒന്ന് ഐനിനെ ജിൻസിൽ പരിഗണിക്കുക, മറ്റൊന്ന് ജിൻസിനെ ഐനിൽ പരിഗണിക്കുക. അതാണ് ഈ രണ്ടോഹരി. ഈ രണ്ടോഹരി എന്നുള്ള എല്ലാം ഔല, ഏറ്റവും ബന്ധമായതാണ്. ഫീ തർതീബിൽ ഹുക്മി അലൈഹി, അതിന്റെ മേലിൽ ഹുക്മിനെ ക്രമീകരിക്കുക എന്നതിൽ ഔലയാണ്. എന്തിനേക്കാൾ? മിനൽ മദ്കൂരി, ഇവിടെ പറയപ്പെട്ടതിനേക്കാൾ. ഏതാ പറയപ്പെട്ടത്? ജിൻസിനെ ജിൻസിൽ പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജിൻസിനെ ജിൻസിൽ പരിഗണിക്കുന്നതിനേക്കാൾ, അതാണ് ഇവിടെ പറയപ്പെട്ടത്, അതിനേക്കാൾ നല്ലത് എന്താ അറിയോ? ഐനിനെ ജിൻസിലും ജിൻസിനെ ഐനിലുമായി പരിഗണിക്കുക. അതിനനുസരിച്ച് ഹുക്മിനെ ക്രമീകരിച്ചു കൊണ്ടുവരിക. അതാണ് ഔല. കമാ അശാറ ഇലൈഹി, അതിലേക്ക് മുസന്നിഫ് സൂചന നൽകിയതുപോലെ. ബി ലൗ, ലൗട്ട് കൊണ്ടാണുള്ള വലോ ബിഇഅ്തിബാരി ജിൻസിഹി ബി ജിൻസി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അപ്പോ ഈ രൂപത്തിലാണ് പരിഗണന എങ്കിൽ ഫൽ മുലായിമു, അപ്പോൾ അത് മുലായിമയാകും. എന്തുകൊണ്ട് മുലായിമ എന്ന് പേര് വെച്ചു?
ലിമുലായിമത്തിഹി അത് യോജിച്ചു, ലിൽ ഹുക്കിമി ഹുക്കിമിനോട് യോജിച്ചു വന്നു, അതുകൊണ്ട് മുലായിമ എന്ന് പേരിട്ടു. ഫഅഖ്സാമുഹു ഇങ്ങനെ വരുമ്പോ ഇതിന്റെ ഓഹരി എത്രയാ? മുലായിമിന്റെ സലാസത്തുൻ മൂന്നെണ്ണമാണ്. മൂന്നെണ്ണമാകുമ്പോൾ മൂന്നെണ്ണത്തിന് ഉദാഹരണം പറയട്ടെ. മിസാലുൽ അവ്വലി ഒന്നാമത്തതിന്റെ ഉദാഹരണം ഐ ഇഅ്തിബാറുൽ ഐനി ഫിൽ ഐനി ബിത്തർതീബി ഐനിനെ ഐനിൽ പരിഗണിക്കുക. എങ്ങനെ പരിഗണിക്കുക? ബിത്തർതീബി തർതീബ് കൊണ്ടാണ്. അപ്പൊ ഐനിനെ ഐന് കൊണ്ട് തർത്തീബ് കൊണ്ടെന്നായി ഐനിനെ ഐനിൽ പരിഗണിക്കും. ഇതാണ് ഒന്ന്. അതിന്റെ മിസാൽ ഐനു ജിൻസി വസ്ഫിന്റെ ഐനിനെ ഹുക്മിന്റെ ജിൻസിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. ആ നിലപാടിൽ തന്നെ തർത്തീബ് കൊണ്ട് ഐനിനെ ഐന് പരിഗണിച്ചതിന് ഉദാഹരണം തഅലീലു വിലായത്തിൻ നിക്കാഹി നിക്കാഹിന്റെ അധികാരത്തിന് ഇല്ലത്താക്കുക. ബിസ്സിഗരി ചെറിയത്, കുട്ടി ചെറുതായി. ആ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോ എന്താണ്? കുട്ടിക്ക് നിക്കാഹിന്റെ വിലായത്തിന് ഇല്ലത്താക്കാൻ പറ്റുമോ? കുട്ടിക്കല്ല വിലായത്ത്, കുട്ടി ചെറുതായതുകൊണ്ട് അധികാരം ആർക്കാണ്? കുട്ടിന്റെ വലിയന്. ഹൈസ് സബത മഅഹു വിലായ സബതത്ത് ഹൈസു തസ്ബുതു മഅഹു ആ സിഗറി എന്നതോടുകൂടെ എന്തു വേണം? വിലായത്ത് സ്ഥിരപ്പെടണം. അങ്ങനെ വരുന്ന സമയത്ത് ലഹു ഔൽ ബിക്കാറത്തി ഔ ലഹുമാ ആ വിലായത്ത് കുട്ടി ചെറുതായതുകൊണ്ടാണോ അല്ല കന്യകമായതുകൊണ്ടാണോ അത് രണ്ടും കൂടിയാണോ എന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. എങ്കിലും സിഗറി എന്ന് പറയുന്ന വസ്ഫോടുകൂടെ വിലായത്തി എന്ന് പറയുന്ന ഹുക്കം സ്ഥിരപ്പെട്ടയിടത്ത് ഇല്ലത്താക്കുക സിഗറ് കൊണ്ടാണ്. ഇതാണ് ഐനിനെ ഐനിൽ പരിഗണിക്കുക. വിലായത്തെന്ന ഐനിൽ വസ്ഫെന്ന സിഗറെന്ന വസ്ഫിന്റെ ഐനെ പരിഗണിച്ചിട്ട് പറയാം ഇല്ലത്ത്. വഖദുഅ്തിബറ എന്നാൽ ഈ സിഗറി എന്നതിനെ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഈ ജിൻസിൽ വിലായത്ത് എന്ന ജിൻസിൽ. വിലായത്തൊരു ജിൻസാണല്ലോ, അതിന്റെ ഇനമാണ് വിലായത്തിൽ നിക്കാഹ് എന്നുള്ളത്. ഹൈസു ഉത്ബിറ ഫി വിലായത്തിൽ മാലി സമ്പത്തിന്റെ അധികാരത്തിൽ സിഗറിനെ പരിഗണിച്ചല്ലോ. ബിൽ ഇജ്മാ അത് ഇജ്മാ കൊണ്ടാണല്ലോ. ആ നിലപാട് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. കമാ തഖദ്ദമ മുമ്പ് പറഞ്ഞ പോലെ. വമിസാലു സാനി രണ്ടാമത്തതിന്റെ ഉദാഹരണം ഐ ഇഅ്തിബാറുൽ ഐനി ബിൽ ഐനി വസ്ഫിന്റെ ഐനിനെ ഹുക്കുമിന്റെ ഐനിൽ പരിഗണിക്കുക. ഇതാണ് രണ്ടാമത്തെ ഉദാഹരണം. അതെങ്ങനെ പരിഗണിച്ചു? വഖദ് ഉത്ബിറൽ ജിൻസ് അത്തരത്തിൽ ജിൻസിനെ ഐനിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലപാടിൽ ഐനിനെ ഐനിൽ പരിഗണിക്കുന്നതിന്റെ ഉദാഹരണം തഅലീലു ജവാദിൽ ജംഇ ഫിൽ ഹദരി നാട്ടിൽ താമസിക്കുന്ന ആൾക്ക് ജമ്മാക്കൽ ജായിസാണ്. ഹാരത്തൽ മൊത്തരി മഴ പെയ്യുന്ന സമയത്ത് അലൽ ഖൗലി ബിഹി അങ്ങനെ ഒരു കൗലുണ്ട്, അതനുസരിച്ചാ പറയുന്നത്. ആ കൗല് പ്രകാരം മഴ പെയ്യുന്ന അവസരത്തിൽ നാട്ടിലുള്ള ഒരാൾക്ക് ജമ്മാക്കി നിസ്കരിക്കൽ ജായിസാണ് എന്നുള്ളതാ. അതിന് ഇല്ലത്താക്കുക ബിൽ ഹറജ് കൊണ്ട് ഇല്ലത്താക്കുക. വഖദ് ഉത്ബറ ജിൻസുഹു വാസ്തവത്തിൽ അതിന്റെ ജിൻസിനെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഏതിന്റെ? ഹറജിന്റെ ജിൻസിനെ. ഫിൽ ജവാദി ഫി സഫറിൽ ജമ്മാക്കൽ ജായിസ് ആണല്ലോ എന്നതിൽ ഹറജി എന്നതിന്റെ ജിൻസിനെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇജ്മാ കൊണ്ട് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലപാടിൽ ഹറജി എന്ന് വെച്ചിട്ട് ഒരു കൗല് പ്രകാരം മഴ പെയ്യുമ്പോൾ നാട്ടുകാരനായ ഒരാൾക്ക് ജമ്മാക്കൽ ജായിസെത്താക്കാം. അതാണ് അതിന്റെ ഉദാഹരണം. വമിസാലു സാലിസി മൂന്നാമത്തിന്റെ ഉദാഹരണം. മൂന്നാമത്തേതാ? ഇഅ്തിബാറുൽ ഐനി ബിൽ ഐനി ഐനിനെ ഐൻ തന്നെ പരിഗണിക്കുക. വഖദ് ഉത്ബിറൽ ജിൻസ് ബിൽ ജിൻസിനെ ജിൻസിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലപാടിൽ ഐനിനെ ഐനിട്ട് പരിഗണിക്കുക. ഇതാണ് മൂന്നാമത്തേത്. തഅലീലുൽ ഖിസാസി ഫിൽ ഖത്ൽ ബിമുസഖൽ ബിൽ ഖത്ലിൽ അംദിൽ ഉദ്ബാൻ ഖിസാസ് എന്ന പ്രതികാര നടപടിയാ. എന്ത് വിഷയത്തിൽ? ബിൽ ഖത്ലിൽ മുസഖൽ മുസഖൽ കൊണ്ട് കൊന്നു.
ഭാരപ്പെടുത്തുന്ന എന്തൊട്ടിട്ട് കൊന്നു ഒരാളെ, അതിൽ പ്രതികാരമുണ്ട്. ആ പ്രതികാരത്തിന് എന്താക്കി? ഇല്ലത്താക്കി. എന്തുകൊണ്ട്? ബിൽ ഖത്ൽ അംദുൽ ഉദ്വാൻ, മത്സരിച്ച് കരുതി കൂട്ടി കൊല്ലുക. അങ്ങനെ കൊന്നാൽ എന്തുണ്ടല്ലോ? പ്രതികാരമുണ്ടല്ലോ. എന്നതുപോലെ മുസഖ്ബൽ കൊണ്ട് കൊന്നതിലും പ്രതികാരമുണ്ട്. ഇവിടെ ഇപ്പോ ഖിസാസ് പ്രതികാരമുണ്ട് എന്ന് പറയുന്ന ഹുക്കം ഐനാണ്. ആ ഐനിനെ എന്തായെന്നറിയാമോ? ബിൽ ഖത്ൽ അംദുൽ ഉദ്വാൻ എന്ന് പറയുന്ന ഐന് കൊണ്ട് പരിഗണിച്ചു. ഇങ്ങനെ വരാം. അത് തന്നെ ഹൈസ് സബത്ത മഅഹു, ഖിസാസ് ഈ പറയുന്ന ഖത്ൽ അംദുൽ ഉദ്വാനോട് കൂടെ സ്ഥിരപ്പെടുന്നിടത്താണ് പറഞ്ഞത്. വഖദ് ഉതിബറ ജിൻസു ബി ജിൻസിൽ ഖിസാസി, യഥാർത്ഥത്തിൽ ഖിസാസിന്റെ ജിൻസിൽ ഖത്ലിന്റെ ജിൻസിനെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഹൈസു ഉതിബറ ബിൽ ഖത്ലി ബി മൂർച്ചയുള്ളത് കൊണ്ട് കൊല്ലുന്നതിൽ പരിഗണിക്കപ്പെട്ടിടത്ത്. അതെന്തുകൊണ്ടാ ആ പരിഗണന വന്നത്? ബിൽ ഇജ്മാ കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ വരിക. അപ്പൊ മുലായിമ്, മുഅസ്സിർ ഇങ്ങനെയൊക്കെ വരും. എന്ത്? മുനാസിബയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പരിഗണന വെച്ചാൽ. വഇല്ലൻ യുഅ്തബർ അൽ മുനാസബു, ഇനി മുനാസിബിനെ പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ നോക്കണം, ഫഇൻദല്ല ദലീലു, ഇനി മുനാസിബ് പരിഗണിക്കണേ ഇല്ല. ഇവിടെ മറ്റൊക്കെ മുനാസിബ് പരിഗണിച്ചു വെച്ച സംസാരമായിരുന്നു. എന്നാൽ വഇൻദല്ല ദലീലു, ലക്ഷ്യം ഇവിടെ ഉണ്ട്, അത് അറിയിച്ചു. എന്തിന്റെ മേലെ അറിയിച്ചു? അലാ ഇൽഗാഇഹി, ആ മുനാസിബിയുടെ ലഗ്വാണ് പറ്റൂല എന്നതിന്റെ മേൽ അറിയിച്ചാൽ എന്നാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? ഫലാ യുഅല്ലലു ബിഹി, പിന്നെ അതുകൊണ്ട് ഇല്ലത്താക്കാൻ പറ്റൂല. അതന്നെ ഏതുപോലെ കമാബി മവാഖഅത്തിൽ മലിക്കി, ഒരു രാജാവ് തന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കഥ പോലെ. ഫഇന്ന ഹാലഹു, നിശ്ചയമായിട്ടും ആ രാജാവിന്റെ അവസ്ഥ യുനാസിബു തക്ഫീറ, ആ ചെയ്ത തെറ്റിനെ പൊറുക്കലിനോട് യോജിക്കുക, പൊറുപ്പിക്കണം. അങ്ങനെ പൊറുപ്പിക്കുക എന്നുള്ളതിനോട് യോജിച്ചതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. ഇബ്തിദാഅൻ, തുടക്കത്തിൽ തന്നെ ബിസ്സൗം, നോമ്പ് നോറ്റുകൊണ്ട് അത് പുറത്ത് കിട്ടണം. അതിനുള്ള കഫാർ നോമ്പ് നോൽക്കല. ആ നോമ്പ് നോൽക്കൽ കൊണ്ട് എന്തായി? തുടക്കത്തിൽ തന്നെ തക്ഫീറിനോട് യോജിപ്പിച്ചു. അങ്ങനെ യോജിക്കുക എന്നുള്ളതാണ് ആ രാജാവിന്റെ അവസ്ഥ. എന്തിനാണത്? ലിയർതദിയ ബിഹി, ആ ഒരു നോമ്പ് കൊണ്ട് അവൻ മടങ്ങാൻ വേണ്ടി. ദൂനൽ ഇതാഖ്, അടിമയെ മോചിപ്പിക്കുക എന്നത് കൂടാതെ. കാരണം ഇത് യസ്ഹലു അലൈഹി, അത് ചിലപ്പോൾ അവന് എളുപ്പമാകും. ബദൽ മാലി, സമ്പത്തിനെ പകരമാക്കാൻ. ഫീ ഷഹ്വത്തിൽ ഫറജി, കുഖ്യസ്ഥാന വികാരത്തിൽ, ലൈംഗിക വികാരത്തിൽ അതിന് പരിഹാരമായി സമ്പത്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞേക്കാം. അതുകൊണ്ടാണ് എഴുത്താക്ക് ഒഴിവാക്കിയിട്ട് നോമ്പ് കൊണ്ട് തുടക്കത്തിൽ തന്നെ കഫാറത്ത് നൽകാൻ വേണ്ടി കൽപ്പിക്കുന്ന രാജാവിന്റെ കഥയിലുണ്ടത്. വഖദ് അഫ്ത യഹ്യ ബിനു യഹ്യൽ മഗ്റബിയു, ഇയാളാണ് ഫത്വ കൊടുത്തത് മലിക്കൻ, ഒരു രാജാവിന്. ജാമ, ആ മലിക്ക് എന്തായി? ബന്ധപ്പെട്ടു. ഫീ നഹാർ റമളാൻ, പുണ്യ റമളാന്റെ പകലില്. ബിസ്സൗമി, ആ പകലിൽ ജമാ ചെയ്ത ആളാ. അയാൾക്ക് ഫത്വ കൊടുത്തത് ബിസ്സൗമി ഷഹ്റൈനി മുതതാബിഐനി, തുടരെ 2 മാസം നോമ്പ് നോൽക്കണം എന്നതുകൊണ്ടാണ് ഫത്വ. അതിന് അങ്ങനെ ഫത്വ കൊടുത്ത് ഇല്ലാതാരിക്കാം, അതിലേക്ക് നോക്കിയതിന് വേണ്ടി, അതിലേക്ക് നോക്കിയതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാല് ആ രാജാവിനെ തുടക്കത്തിൽ തന്നെ നോമ്പ് കൊണ്ട് പൊറിപ്പിക്കണം, കഫാർ നൽകുക എന്നൊരു മുനാസബയുടെ ഉണ്ട്. ആ മുനാസബയിലേക്ക് നോക്കിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നർത്ഥം. ഇവിടെ ഒരു കഥയുണ്ട്. എന്താ അറിയോ? യഹ്യ ബിനു യഹ്യൽ മഗ്റബി എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കഥ നമുക്ക് ഇവിടെ വിവരിക്കാമല്ലോ. എന്താണറിയോ? ഹക്കബിനു ബുസ്കുവാൽ എന്ന് പറയുന്ന ആൾ ഒരു കഥ ഉദ്ധരിക്കുന്നുണ്ട്. അന്നൽ ഹക്കമ അമീറുൽ മുഅ്മിനീൻ, ഹക്കം അമീറുൽ മുഅ്മിനായ ഹക്കം എന്നവര് മൂപ്പര് എന്താണെന്നറിയാമോ? ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഫുഖാക്കളുടെ അടുത്തേക്ക് പോയി. അവരുമായി ഒരു മസ്അലയിൽ മുസാവറ നടത്തി. അങ്ങനെ അദ്ദേഹം അവരോട് പറയുകയാണ്, എന്തറിയോ, സ്വന്തം കാര്യം തന്നെയാണ്
ഹക്കം എന്നവർ പറയുന്നത്, ഞാനേ എന്റെ ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാനിപ്പോ എന്തായി, ഈ റമദാൻ മാസത്തിൽ അങ്ങനെ അങ്ങോട്ട് ബന്ധപ്പെട്ടു പകല്. അതിനെപ്പറ്റി എന്താണെന്ന് ഫത്വ തരുമോന്ന് ചോദിച്ചു. അപ്പൊ ഫത്വ കൊടുത്തത് എന്താ, നിങ്ങൾ ഭക്ഷണം കൊടുത്തലീന്നാ ഒരു ഫത്വ കൊടുത്തത് പണ്ഡിതന്മാരൊക്കെ. അപ്പൊ സദസ്സിൽ ആരുണ്ടവിടെ, ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ആള്, മൂപ്പര് മിണ്ടണില്ല. അപ്പൊ അമീറുൽ മോമിൻ ചോദിക്കുകയാണ്, എന്താ ശൈഖേ നിങ്ങളൊന്നും പറയാത്തത്, നിങ്ങളെ കൂട്ടുകാർക്ക് ഒരു ഫത്വ കൂടെ തന്നിട്ടുണ്ട്, എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ രാജാവിനോട് അമീർ മോമിനോട് ഇസ്ഹാഖ് എന്നൊരു പറയാണ്, എനിക്കൊന്നും പറയാനല്ല വാക്കുകൊണ്ട്, ഞാൻ പറയുന്നത് ഇപ്പൊ എന്താ അറിയോ, ഇത്ആമല്ല നോമ്പ് വെൽക്കാനാ ഞാൻ പറയുന്നതാ. അപ്പൊ ചോദിക്കപ്പെട്ടു, അലൈസ മദ്ഹബ് മാലിക് മദ്ഹബ് അല്ലേ അൽ ഇത്ആമ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് മാലിക് മദ്ഹബ് അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ ഇസ്ഹാഖ് എന്നവർ പറഞ്ഞു കൊടുത്തു അവരോട്, തഹ്ഫളൂന മദ്ഹബ, നിങ്ങൾ മദ്ഹബാണോ സൂക്ഷിക്കുന്നത്, എങ്കിലും അന്നക്കും തുരീദൂന, നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് മുസാനാത്ത അമീറുൽ മുഅ്മിനീന, അമീറുൽ മുഅ്മിനീന്റെ ആ ഒരു പ്രവൃത്തിയെയാണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇന്നമാ അംറു മാലിക്, ഇന്നമാ അമറ മാലിക്കുൻ, നിശ്ചയം മാലിക് എന്നവർ കൽപ്പിച്ചു, ബിൽ ഇത്ആമി, ഇത്ആമ് കൊണ്ട് കൽപ്പിച്ചത്, ലിമൻ ലഹു മാൽ, അദ്ദേഹത്തിന് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തുള്ള ആളോട് ഇത്ആമ് കൊടുക്കാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ അമീറുൽ മുഅ്മിനീൻ എന്ന് വിചാരിച്ചപ്പോ രാജാധികാരമൊക്കെ ഉള്ള ആളല്ലേ, അതിന് കഴിവുണ്ടാവുമെന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ പത്ത് കൊടുത്തത്. ഇമാം മാലിക് തങ്ങൾ കൊടുത്ത പത്ത് പോലല്ല ഇത്. മഹാനവടെ മദ്ഹബ് സ്വത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് കൽപ്പിച്ചത്. അമീറുൽ മുഅ്മിനീൻ ഇവിടെ വന്ന അമീറുൽ മുഅ്മിനീനോ, മൂപ്പർക്ക് സമ്പത്തൊന്നുമില്ല, മൂപ്പര സമ്പത്ത് എന്താ ബൈത്തുൽ മാല, അത് പൊതുഖജനാവ. സ്വത്തില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ഇത്ആം കൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അയാൾക്ക് നോമ്പൊലിക്കല്ലേ പറ്റുള്ളൂ, അതാ ഞാൻ പറഞ്ഞതെന്നാ. അപ്പൊ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ വാക്ക് അമീറുൽ മുഅ്മിനീൻ സ്വീകരിച്ചു. അങ്ങനെ അമീറുൽ മുഅ്മിനീൻ എന്തായി, ഇസ്ഹാഖ് എന്നുള്ള പ്രവർത്തി കണ്ട് വളരെ സന്തോഷിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ കഥ സ്വഹീഹായ കഥയാണ്. എങ്കിലും ഇബ്നു മസ്കുബാൽ എന്ന് പറയുന്ന ആള് മറ്റൊരു കഥ ഉദ്ദേശിക്കുന്ന പറയുന്നുണ്ട്. ഒരിക്കൽ അബ്ദുറഹ്മാൻ ബിൻ ഹക്കം എന്ന് പറയുന്ന ആൾക്കും ഇങ്ങനെ സംഭവിച്ചു റമദാനില്. അങ്ങനെ ഫുഖഹാക്കളോട് ചെന്നിട്ട് ചോദിച്ചു, തോബയെ കുറിച്ച് ചോദിച്ചു, ഇതിനെക്കുറിച്ചുള്ള പക്ഷാതാപം എന്താണ്, കഫാറത്ത് എന്താണ് എന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന ഫത്വയാണ് ആര്, യഹിയ ബിനു യഹിയൽ മഗ്‌രിബി എന്ന് പറയുന്ന ആള്. മൂപ്പരു ഉന്ദുരുസിയക്കാരനാണ്, ഇന്തോനേഷ്യ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശിഷ്യനുമാണ്. അവിടെ ഉന്ദുരുസ്യയിലെ ഉന്ദുരുസ്യക്കാർക്കുള്ള ഇമാവുമാണ്. അവിടെയുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു, അഥവാ നമ്മളാ പറഞ്ഞ ആള്. അയാള് അബ്ദുറഹ്മാൻ അമവി എന്ന് പറയുന്ന ആളാ. അദ്ദേഹത്തിന് സ്ഥാനപ്പേര് മുർത്തല എന്നാ പറയാ. ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചതാണ് ഈ കഥ. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഫത്വ ലിമാ ഖറജ മിൻദി, അങ്ങനെ ഫത്വ കൊടുത്തു. അപ്പോ ഫത്വ കൊടുത്തപ്പോ എന്താ കൊടുത്തതെന്നറിയോ, നോമ്പ് വെൽക്കണം എന്നതുകൊണ്ടാണ് ഫത്വ കൊടുത്തത്. അങ്ങനെ ഫത്വ കൊടുത്തപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ചോദിച്ചത്, ലമ്മാ ഖറജ മിൻ ഇന്ദി, അയാൾ പോയതിന് ശേഷം ഈ ഫത്വ കൊടുത്ത യഹ്യബിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് മാലിക്കി മദ്ഹബ് കൊണ്ട് ഫത്വ കൊടുക്കാത്തത്? മാലിക്കി മദ്ഹബിന്റെ ഫത്വനായ മദ്ഹബ് അത്തഖയ്യിറു ബൈനൽ ഇഅ്താഖി വസ്സൗമി വൽ ഇത്ആം, ഭക്ഷണം കൊടുക്കുക, നോമ്പ് നോൽക്കുക, അടിമയെ മോചിപ്പിക്കുക, ഈ മൂന്നാല് കാര്യത്തിൽ ഏതൊന്ന് ചെയ്താൽ പോരെ, നിങ്ങൾ നോമ്പ് നോൽക്കലാണോ പറഞ്ഞത്. അപ്പൊ കാല, അപ്പോ യഹ്യ പറയാണ്, ലോ ഫതഹ്ന ഹാദൽ ബാബ, നമ്മളെങ്ങാനും ഈ തഖ്യീറിന്റെ ബാദിലാണ് തുറന്നു കൊടുത്താല്, സഹുല അലൈ, അദ്ദേഹത്തിന് എളുപ്പമായി, എന്ത് അയ്യത്ത കുല്ല യോമിൻ, എല്ലാ ദിവസവും സംയോഗം ചെയ്യാം, എന്നിട്ട് പോയി ഒത്തിക്ക റഖബത്തൻ, എല്ലാ ദിവസവും അടിമയെ മോചിപ്പിക്കും ചെയ്യാം, അല്ലേ? ഇത് വലിയൊരു പ്രശ്നമല്ലേ? അപ്പൊ അതുകൊണ്ട് ലാക്കിൻ അമൽത്തുഹു, ഞാൻ അദ്ദേഹത്തെ ചുമത്തിയത് അലാ അസ്അബിൽ ഉമൂരി, നല്ല കനപ്പെട്ട കാര്യത്തിന്റെ മേല. 2 മാസം നോമ്പാണ് നോറ്റ പിന്നെ ഈ പണി കിടക്കൂല, അല്ലാ യഹൂദ, പിന്നെ പണി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവമാണ് ഈ രാജാവിന്റെ കഥയിൽ സംഭവിച്ച പറയുന്ന കഥ. അപ്പൊ ഇവിടെ പരിഗണിച്ച മുനാസബയല്ല.
അതൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ദലീലൂടെ വന്നപ്പോ അത് പരിഗണിച്ചു. പക്ഷേ ഷാരി അൽഗാഹു, സാരി എന്താക്കിന്നറിയാമോ? അത് ലോബാക്കി. ഏത്? നോമ്പ് 2 മാസം നോമ്പ് വെൽക്കാതെ ലോബാക്കി. എന്തുകൊണ്ട്? ഈജാബിഹി, ഷാരി അതിന്റെ ഈജാബ് കൊണ്ട്. എന്താ ഈജാബ്? രാജാവോ അല്ലാത്തൊരാരായാലും വ്യത്യാസമൊന്നും കാണിക്കാതെ തുടക്കത്തിൽ തന്നെ ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞതിന് പറയുക ബിൽ ഗരീബ്, ഗരീബ് എന്നാ പറയുക. ഇതിനെ പരിഗണിക്കൽ എത്രയോ അകലെയല്ലേ, അതുകൊണ്ട് ഇതിന് ബുഇദ് എന്ന് പറഞ്ഞപ്പോ ആദൽ ഖിസ്മു ബിൽ ഗരീബ്, ഗരീബായ സംഗതി എന്നതിന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കോപ്പുകൾ. അപ്പൊ മുനാസബയോടെ പരിഗണിച്ചില്ല. വേറെ ദലീല് വന്നപ്പോ ആ സാരിയായി 2 മാസം നോമ്പ് നോൽക്കണം എന്ന് പറയില്ലാക്കി തുടക്കത്തിൽ അടിമയെ മോചിപ്പിക്കാൻ പറഞ്ഞു. ഈ രൂപത്തിലാണ് വന്നത്. ഇല്ല, ഇനി അങ്ങനെയല്ല എങ്കിൽ, അതായത് ഇല്ലം യദുല്ല ദലീലു അലാ ഇല്ലാഹി, അത് ഇല്ലത്താക്കാൻ പറ്റൂല എന്നതിന്റെ മേൽ ഒന്നും അറിയിച്ചിട്ടില്ല എങ്കിൽ, ഏതുപോലെ കമാലം യദുല്ല അലാ ഇത്തിബാരിഹി, അതിനെ പരിഗണിക്കലിന്റെ മേൽ അറിയിക്കാത്തതുപോലെ തന്നെ നഫവൽ മുർസൽ, ഒന്നുമില്ല ഇവരെ മുർസലാണത്. എന്തേ മുർസലാവാൻ കാരണം? ഇർസാലിഹി, അതങ്ങനെ അയച്ചിട്ടു. ഇത്ലാഖി അമ്മാ യദുല്ലു അലാ ഇത്തിബാരി ഔ ഇൽആഹി, അത് ലോവാക്കിയിട്ടുണ്ടോ ഇൽആക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പരിഗണിക്കുന്നുണ്ടോ എന്നതിന്റെ മേലൊന്നും അറിയിക്കണില്ല, രണ്ടുമില്ല. അപ്പോ യുഅബ്ബറു അൻഹു, ഇതിനെ തൊട്ട് ഇബാറത്തിടാൻ പറ്റും ബിൽ മസാലിഹിൽ മുർസല, മസാലിഹിൽ മുർസല എന്നും പറയാൻ പറ്റും. അതായത് ഇൽആ ഇത്തിബാർ, ഇതിനെ തൊട്ടൊക്കെ അയച്ചിടപ്പെട്ടതിന്റെ അർത്ഥം. ഒബിൽ ഇസ്തിസ്ലാഹി, അതുകൊണ്ടും ഇബാറത്തിടാൻ പറ്റും മുർസലിനെ. ഇതാണ് മുർസൽ. ഇങ്ങനെ വരുമ്പോൾ ഖബിലഹുൽ ഇമാം മാലിക്, ഇമാം മാലിക് എന്നവര് ഈ മസാലിഹിൽ മുർസലിനെ സ്വീകരിച്ചിട്ടുണ്ട്. മുത്തലഖൻ, ഒരു കൈതുമില്ല മൂപ്പർക്ക്. എന്താ അങ്ങനെ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക്? അതൊരു ആയത്തന്നിൽ മസ്ലഹത്തി, ഒരു പൊതുനന്മ, ഒരു നന്മയെ സൂക്ഷിച്ചതിന് വേണ്ടിയിട്ട്, ആ നന്മയെ സൂക്ഷിച്ചത് കൊണ്ടാണ് മുർസലിനെ സ്വീകരിക്കുന്നത്. എത്രത്തോളം? അത്താ ജവ്വസ, മാലിക് ഇമാം ജായിസാക്കിയിട്ടുണ്ട്. ലർമൽ മുത്തഹമി ബിസ്സരിഖത്തി, കട്ടു മോഷ്ടിച്ചു എന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളെ അടിക്കാം. എന്തിന്? ലിയുഖിറ, അയാൾ സമ്മതിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മോഷ്ടിച്ചു എന്നാൽ സമ്മതിക്കൂല, അപ്പൊ സമ്മതിക്കാൻ വേണ്ടി ശിക്ഷാ നടപടി നടപ്പാക്കാം. അത് തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളെയാണ്. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കൂടെ പറഞ്ഞ കാര്യം ഒന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതാണ്. എന്താ അറിയോ? റിആയത്തുൽ മസ്ലഹത്തി എന്നല്ലേ പറഞ്ഞത്. അപ്പോ ഒരു പൊതുവെ മസ്ലഹത്ത്, ആ മസാലയുടെ നന്മകളുടെ വർഗം, അതാണ് പരിഗണിക്കുന്നു വെക്കുക. അങ്ങനെ വരുമ്പോ പിന്നെന്ത് വരും? അതിന്റെ ഇത്തിബാർ ലന്ന്, ആ ജിൻസിനെ വരുമ്പോൾ അതിനെ പരിഗണിക്കുക എന്നൊരു ലന്നിവിടെ നിർബന്ധമാവും. എന്താ കാരണം? ഹുക്കുമില് മസ്ലഹത്തുൻ ഗാലിബത്തുൻ അല്ല മഫ്സദത്ത്, മഫ്സദ് ഉണ്ട് ഇവിടെ, അതിനേക്കാൾ മികച്ചു നിൽക്കുന്നത് ഏതാണ്? നന്മയാണ് എന്ന് ഹുക്കുമിൽ വിചാരിച്ചു. അങ്ങനെ വരാനോ? അറിയപ്പെട്ടതെന്താ? എല്ലാ മസ്ലഹത്തും ഇങ്ങനെ തന്നെ, ഇങ്ങനെയുള്ള എല്ലാ മസ്ലഹത്തും ശറഅൽ മുഅ്തബറാണ് താനും. മഫ്സദിനെ ഇത്രയേക്കാൾ വിജയിച്ചു നിൽക്കുന്ന മസ്ലഹത്തുണ്ടോ? അതൊക്കെ ശറഅൽ പരിഗണിക്കപ്പെട്ടതുമാണ്. അങ്ങനെ വരുമ്പോ എന്തായെന്നറിയാമോ? ഈ മസ്ലഹത്ത് മുഅ്തബറത്താണ് എന്നും ലന്നുകൊണ്ട് അമൽ ചെയ്യൽ വാജിബാണ് എന്നുമുള്ള ലന്നൂടെ ലാജിമായി വരും. അത് കാരണം. പിന്നെ സ്വഹാബാക്കളൊക്കെ ഒരു വിധിയെ സ്ഥാപിക്കുന്നതിൽ നന്മയെ അറിയുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്നത്തെ കാലത്തുള്ള ഫുഖഹാക്കളുടെ ഷർത്തുകൾ, ഖിയാസ്, അസ്ല്, ഫർഇ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ പരിഗണിച്ചിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. നന്മ ഉണ്ടോ അതറിഞ്ഞാൽ വിധിക്കും. ഇതായിരുന്നു സ്വഹാബാക്കൾ മതിയാക്കിയിരുന്നത്. അപ്പോ ശറഇൽ നിന്നുള്ള മഖ്സൂദ് നന്മകൾ എന്ന് മാത്രം, അതറിയപ്പെട്ടത് പരിശോധിച്ചിട്ട് കിട്ടുമ്പോൾ അങ്ങനെ തന്നെ അറിയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മുനാസബുൽ മുർസലല്ലേ ഒന്നും പറയാതെ കിടക്കുന്നത്?
ഇൽഖാ ആണോ എത്തിബാർ ഒന്നുമില്ലല്ലോ, ആ മുനാസബ്, അതിനാണ് ഇതൊക്കെ പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെ പരിഗണിക്കാം എന്ന് ലാസിമായല്ലോ, 3 ഷർത്തുകൾ ഇല്ല എങ്കിൽ പോലും. ഇതാണിപ്പോ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. എങ്കിൽ ഇവിടെ ഒരു പറയാനുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മസ്ലഹത്തുകള് അതാണ് പിൻപറ്റ നിർബന്ധമെങ്കിൽ ഇവിടെ വിധികൾ മാറി മാറി വരുമല്ലോ. വ്യക്തികൾ മാറുമ്പോൾ വിധി മാറും, ടൈമുകൾ മാറുമ്പോഴും വിധി മാറും, അതുപോലെ തന്നെ സ്ഥലങ്ങൾ മാറുമ്പോഴും വിധി മാറും. നന്മകൾ ഇങ്ങനെ പകരം മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഓരോ നാട്ടിലെയും വ്യക്തികളുടെയും സമയത്തിന്റെ നന്മ മാറി മാറി വരില്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ മസ്ലഹത്ത് പരിഗണിക്കുമ്പോൾ ഇവിടെ വിധികളും മാറി വരുന്നുണ്ട്. വിധികൾ മാറി വരിക എന്ന് പറയുമ്പോൾ എവിടേക്ക് പോകും? ശറഇന്റെ വ്യത്യാസം സംഭവിച്ചു ഇവിടെ കൂട്ടും. അപ്പൊ ശറഅ് മാറി വരും എന്ന് പറയും. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, സഹീഹ് മുർസല് കൊണ്ടുള്ളതായ ഇസ്തിദ്ലാല് ശറഇൽ മുർസല് കൊണ്ടുള്ള ഇസ്തിദ്ലാല് അത് പറ്റുന്നതല്ലല്ലോ. ആ കാര്യത്തിൽ നഫിയുണ്ടോ ഇസ്ബാത്തുണ്ടോ എന്ന് സംസാരിക്കുന്നത് വരെ അത് പറ്റൂല. കാരണം സംഭവ വികാസങ്ങൾക്ക് കണക്കില്ല, അതുപോലെ തന്നെ നന്മകളും. അതുകൊണ്ട് അതുണ്ടോ ഇല്ലെന്നറിയണം. വമാമിൻ മസ്അലത്തിൻ തുഅറദു ഇല്ലാ വഫി ശറഇ ദലീലുൻ അലൈഹാ. ഏതൊരു സംഭവ വികാസങ്ങൾ സംഭവിച്ചാലും അതിനൊക്കെ ശറഇൽ ഒരു ലക്ഷ്യങ്ങളുണ്ട്. ഒന്നിരിക്കൽ അത് സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കില്ല. ഈ രണ്ടാമൊരു മാനദണ്ഡം ശറഇൽ ഏതൊരു മസ്അലക്കും ഉണ്ട് താനും. നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു എന്തൊരു സംഭവം ഇവിടെ നടക്കുകയാണ് എങ്കിലും ആ സംഭവത്തിനൊക്കെ അള്ളാഹുവിന്റെ ഇസ്ലാമിക നിയമത്തിൽ വിധിയുണ്ട്. ആ വിധിയെ തൊട്ട് ഒഴിവാവുക എന്നുള്ള മുഹാലാണ്. അപ്പോ ദീന് പരിപൂർണമായി അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിയെ കൊണ്ട് അത് ഫലം വരുത്തിക്കുകയും ചെയ്തു. ഇരിക്കട്ടെ, വഹീഞ്ഞ് വരാനില്ലതാനും. ദീൻ പരിപൂർണമായതിനു ശേഷം വഹിയും നിലച്ചുപോയി. അത് അള്ളാഹു തആല പറഞ്ഞല്ലോ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മസലത്ത് എടുത്താൽ ഇവിടെ വലിയൊരു അപകടം വരില്ലേ എന്ന് ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു. വല്ലദീ യദുല്ലു അലാ അദ്മി തസവ്വുരിഹി, മനസ്സിലാക്കൽ ഇല്ല എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഒന്ന്. ശറഇന്റെ വിധികൾ എന്താണെന്നറിയുമോ? ഓഹരിയാകുന്നുണ്ട്. തഅബ്ബുദാത്തുകൾ സംഭവിക്കുക, ആരാധനകൾ. വൽ മുത്തബഉ ഫീഹാ, ആരാധന കർമ്മങ്ങളിലൊക്കെ കൂടുതൽ പിൻപറ്റുക. നുസൂസ, നെസ്സുണ്ടോ നോക്കും, അല്ലെങ്കിൽ നെസ്സിന്റെ അർത്ഥത്തിലുള്ളത് നോക്കും. നെസ്സുകളൊന്നും അതിലേക്ക് ചേർക്കുന്നില്ല എങ്കിൽ പിന്നെ അതുകൊണ്ട് ഇവിടെ ഇബാദത്ത് ചെയ്യപ്പെടുകയുമില്ല. ഇങ്ങനെയുണ്ട് ശറഇലൊരു ഓഹരി. മറ്റു തഅബ്ബുദാത്തിൽ പെട്ടതല്ല, ആരാധനയിൽ പെട്ടതല്ല എങ്കിൽ അത് ലഫ്ളുമായി ബന്ധപ്പെട്ടതാണ്. ഈമാൻ, മുആമല, ത്വലാഖ് എന്നൊക്കെ ലഫ്ളുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നുണ്ടാവും അവിടെ. അതുപോലെ തന്നെ ലഫ്ളുകൾ അല്ലാത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നുണ്ട്. അതും തന്നെ സ്വന്തം നഫ്സിൽ ക്ലിപ്തമായി നിൽക്കുന്ന ഒന്നായിരിക്കും. നജസുകള്, ഹറാമായ കാര്യങ്ങള്. അപ്പൊ സംഭവ വികാസങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് സംഭവിച്ചു വരികയാണെങ്കിൽ എവിടേക്കാണോ അത് നിന്നതെങ്കിൽ അതിനനുസരിച്ച് വിധി അവിടെ കൊടുക്കും. മറ്റൊരു ഭാഗത്തേക്കാണോ എങ്കിൽ അതിനനുസരിച്ച് കൊടുക്കും. അവ രണ്ടിന്റെയും ഇടയാട്ടമായി വന്നാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയാട്ടമായി നിന്നാൽ അപ്പൊ പിന്നെ ഏറ്റവും അക്രബ ഏതാന്ന് നോക്കും, എന്നിട്ട് അവിടെ കൊടുക്കും വിധി. അക്രമാണെങ്കിൽ പോലും ഇതിൽ ഏതാണോ രാജിയാക്കേണ്ടത് എന്നതിന് വെളിവാവണം. അതുകൂടാതെ കഴിയുകയുമില്ല. ഇങ്ങനെയൊക്കെയാണ് നിലപാടുകൾ. അപ്പൊ നിങ്ങൾ റിയായത്തുൽ മസ്ലഹത്ത് പറയുമ്പോൾ വലിയ അപകടം ഉണ്ടല്ലോ എന്നുള്ളതാണ്. പിന്നെ മുത്തഹമായ ഒരു കുട്ടി അല്ല, മുത്തഹമായ ഒരാളാണ്, അയാൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചാൽ തന്നെ അയാളെ അടിക്കൽ ജായിസാണ് എന്നാണ് മാലിക് എന്നവർ പറയുന്നത്. ആ ഒരു കഥയും ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ ചോദിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫഇൻ ഖീലമൽ ഫർഖു ബൈന മദ്ഹബിക്കും വ മദ്ഹബി മാലിക് റളിയല്ലാഹു അൻഹുമ, നിങ്ങളുടെ മദ്ഹബും അതുപോലെ മാലികി മദ്ഹബും തമ്മിലുള്ള വ്യത്യാസം എന്ത്? കാര്യങ്ങളൊക്കെ നന്മയോട് പിൻപറ്റുക എന്ന കാര്യത്തിൽ എവിടേക്ക് പോയി? ഇലാ ഖത്ലി ഫിത്തഅ്സീരി, ശിക്ഷിക്കുന്ന കാര്യത്തിൽ കൊല്ലലിലേക്ക് എത്തി. വെറും തെറ്റിദ്ധരിക്കുക എന്നതുകൊണ്ടുള്ള അടി, ആ അടിയിലേക്കും അതുപോലെ ശിക്ഷിക്കൽ കൊല്ലയിലേക്കും എത്തി. നന്മയിലാണ് പിൻപറ്റുകയും ചെയ്യുന്നത്. എന്നിരിക്കെ
കുത്തില തുരുസുൽ അമത്തി, അങ്ങനെ അമത്തിന്റെ 3/1 ഒന്ന് കൊല്ലപ്പെട്ടു. അവിടെ 2 ഭാഗം എന്താണെന്നറിയാമോ? നന്മുണ്ടായത് കൊണ്ട്. അതുപോലെ മുതലാളിമാരെ തടയുക, നാവ് മുറിക്കുക, വേണ്ടാത്ത പറഞ്ഞില്ലേ, ഇതൊക്കെ മസ്ലഹത്തിന്റെ സമയത്ത് ചെയ്യുന്ന ഒന്നാണ്. വമല്ലദീ മനഅകും മിൻ ഇത്തിബാഇഹ വൽ അമലി ബിഹാ, എന്താ നിങ്ങൾ ഈ മസ്ലഹത്ത് കൊണ്ട് അമൽ ചെയ്യാത്തത്, അതിനോട് പിൻപറ്റാത്തത്, എന്താ നിങ്ങൾ തടയുന്നത് എന്ന് ചോദിച്ചാൽ, വൽ ഹാജത്തു, എത്തരത്തിൽ ആവശ്യം ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ദുഹമ്പത്ത് കൊണ്ട് ശിക്ഷിക്കണമെന്നതിലേക്ക്. സമ്പത്തുകളൊക്കെ ഇവിടെ എന്താ മഹബൂബത്തിന് ഇഷ്ടപ്പെട്ടതല്ലേ. മോഷ്ടാവ് ഒരിക്കലും സമ്മതിക്കുകയും ഇല്ല. ഓരത് ബയ്യനത്തുകൊണ്ട് സ്ഥിരപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യവും അല്ല. അപ്പൊ ഇവനെന്ത് ചെയ്യും? ഒരു ബയ്യനത്തിന് ലക്ഷ്യത്തിന് വേണ്ടി ആളെ കൊണ്ടെന്നാൽ ഒരു സമ്മതിക്കൂല, പ്രയാസമായ കാര്യമാണ്. അപ്പൊ പിന്നെ ഓ മോട്ടിച്ചു എന്നുള്ളതായതിന് വെളിവാക്കാൻ അടിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇതൊരു മസ്ലഹത്തല്ലേ. ഇതല്ലാത്തതും എത്രയോ പല നല്ല മസ്ലഹത്തുകളുണ്ട്. അപ്പൊ ചെയ്യണ്ടേ? ഇങ്ങനെ ചോദിച്ചാൽ അതിന് മറുപടി നമുക്കിടയിൽ ഉള്ളതെന്താ? ഞങ്ങള് ഒരു വലിയൊരു അടിസ്ഥാനത്തിലേക്ക് ഉണരും. ആ ഒരു വിഷയം ഇമാം മാലിക് ഒന്നും കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതെന്താന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ആദ്യം മുന്തിക്കുക എല്ലാ നന്മയുടെ കാര്യമുണ്ടെങ്കിൽ ആ മസ്ലഹത്തും എല്ലാം നോക്കിയിട്ട് അതിന്റെ മുമ്പ് സ്വഹാബത്തിന്റെ ഇജ്മാ നോക്കും. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. റസൂൽ സ്വഹാബത്തിന്റെ കാലത്തുണ്ടെങ്കിൽ ആ ഉറപ്പിനനുസരിച്ച് എടുക്കും. അതുപോലെ ഖലാനെ തൊട്ടുള്ള വിധികളുണ്ട് അവർ തടഞ്ഞത്. അപ്പൊ അതിന്റെ മൂജിബ് കൊണ്ട് എന്താവും? ഞങ്ങൾ എടുക്കും. ഖലാനെ തൊട്ട് തടഞ്ഞാൽ മൂജിബ് എന്താണ്? തർക്കാണ്, ഒഴിവാക്കലാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? നല്ലോണം അത് മനസ്സിലാക്കി ഉറപ്പിച്ചിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. ഞങ്ങൾ അറിയുന്നു കാലങ്ങൾ ലാ തമ്പക്കു അനുസരിക്കത്തി, സ്വഹാബാക്കളുടെ കാലഘട്ടം പരിശോധിച്ചാൽ നല്ലോണം കളവുണ്ട്. സ്വഹാബാക്കളുടെ കാലത്തൊക്കെ നല്ല കളവുണ്ട്. എന്നിട്ട് ഓലാരും തെറ്റിദ്ധരിച്ചുകൊണ്ട് അടിച്ചിട്ടില്ലല്ലോ. അതുപോലെ പഴിവാക്കുകൾ പറഞ്ഞിട്ട് നാം മുറിച്ചിട്ടില്ലല്ലോ. നല്ലോണം അക്കാലത്തുണ്ട്. മുതലാളിമാരൊന്നും ഒരു തടഞ്ഞിട്ടുമില്ല. നല്ല സമ്പന്നന്മാരും ആ കൂട്ടത്തിലുണ്ട്. ആവശ്യം നല്ലോണം ഉണ്ടായിട്ടുമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് അപ്പൊ കുല്ലമ ഇംതനു അന്നു നംതനു അന്നു, ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അവര് തടഞ്ഞൊക്കെ ഞങ്ങൾ തടയും. തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലാത്തൊന്നുമില്ല. മാലിക് ഇമാം ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ അടിസ്ഥാനത്തിലേക്ക് വളർന്നിട്ടില്ല എന്ന് പറയും. അപ്പൊ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസി എന്നവരെ തടഞ്ഞു വെച്ചു ഒരു സമ്പത്തിന്റെ പകുതിയുടെ മേല്. ഖാലിദ് ഇബ്നു വലീദിനെയും തടഞ്ഞു വെച്ചു. അങ്ങനെ താടിയിലേക്ക് കൈ നീട്ടിയപ്പോൾ അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിടിച്ചതെന്താന്ന് ചോദിച്ചാല് താടിയിലുള്ളതായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ബിൻ മിമ്മ അബൻത വഇല്ല അബൻതു യദക, നീ വിട്ടുപിരിക്കണം. നീ എന്താണോ വിട്ടുപിരിച്ചിട്ടുണ്ട് അതിനെ തൊട്ട് നീ പിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പിരിക്കും നിന്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ കൈ മുറിക്കുക. ലായൂജിബൂനൂബി മിഥിലിഹയും, ഇതുപോലത്തിലൊന്നും അവരെ നിർബന്ധമാക്കൂലല്ലോ. വളരെ മുസാദറത്തു, പിന്നെ മുസാദറത്ത് വഖദ് ഫഅലഹു, അത് ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എന്താ പറയാന്നാ അതിന് മറുപടി, ഇന്നഹു ലൻ യബിൻ മാ അബാന മാ ഖത്തായദഹു, കൈയൊന്നും മുറിച്ചിട്ടില്ല, പിരിച്ചിട്ടുമില്ല. പിന്നെ അത് പറഞ്ഞതെന്താ? പേടിപ്പെടുത്താനും ഭയപ്പെടുത്താനും വേണ്ടി പറഞ്ഞതാ, അല്ല മറ്റൊന്നിനും പറഞ്ഞൊന്നുമല്ല. പിന്നെ ഖാലിദ് എന്നവരും അംർ എന്നവരും തടഞ്ഞു വെച്ചത് അത് മുസാഹറത്ത് ജായിസാണ് എന്നതിനെ അറിയിക്കുന്നില്ല മുത്തലഖ നിലക്ക്. കാരണം ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ അവസ്ഥ കൊണ്ട് അറിയുന്ന ആളാണ്. അപ്പോ മഹാനവറുകൾ എന്ത് ചെയ്യും? മൂപ്പര് പകലൊക്കെ നല്ലോണം പരിശോധിക്കും, രാത്രിയാമങ്ങളിലും പരിശോധിക്കും. ഇങ്ങനെ വന്നപ്പോ എന്തോ ഒരു രഹസ്യമായൊരു കാര്യം മൂപ്പർക്ക് കിട്ടി, അത് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ ചെയ്തു. അതുകൊണ്ട് വലായമ്പായി അയുത്തകദാലിക്ക വിദരിഅത്തിനില മുസാദറത്തിൽ അനിയാ അലിത്തലാഖ്,
പൊതുവെ മുതലാളിമാരെ തടയുക എന്നതിലേക്കുള്ള ഒരു മാർഗമാക്കാതെ പറ്റൂല എന്നാ. അപ്പൊരു ചോദ്യമുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു ഒരു കുട്ടിന്റെ കൈവിരലുകളെ പള്ളകൾ കീറിയാലോ മോഷ്ടിച്ച കാരണത്താൽ അത് നന്മയ്ക്ക് വേണ്ടി ചെയ്താണല്ലോ, നിങ്ങളാണെങ്കിലോ ഈ മസലത്ത് ഒഴിവാക്കുന്നുണ്ട്. അതിന് മറുപടിയാണ് പറയാ, ഈ മസല ഒരു ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്തിട്ട് കിട്ടിയ മസലയാണ്. കാരണം അന്നഷിഖ് യസീർ, കുറഞ്ഞതായ ഷിഖ്, അത് ഖരീബുൽ അറബി, അറബിനോട് അടുത്തതല്ലേ. പേടിപ്പെടുത്തുന്ന കാര്യത്തിൽ കുട്ടികളെ ശിർക്കത്തിന് മേൽ അടിക്കപ്പെടുന്നു. നമ്മൾ എന്ത് ചെയ്യും? അതിനേക്കാൾ പ്രകടമാവുന്ന അർത്ഥമുണ്ടെങ്കിൽ സൂക്ഷിച്ചു നോക്കും. അപ്പൊ അത് കിട്ടിയപ്പോ ഈ അടിങ്കാലൊക്കെ ഒഴിവാക്കി എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ തുഹമത്ത് കൊണ്ടുള്ള ശിക്ഷാ നടപടിയെ കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനൊരു കഥ ആവട്ടെ. അപ്പോ എതിർക്കപ്പെട്ടു. എന്ത്? അദ്ദേഹം ചിലപ്പോൾ കട്ടിട്ടുണ്ടാകൂല. പിന്നെ അടിക്കുക എന്ന് പറഞ്ഞല്ലോ, അടി ഒഴിവാക്കല്. തെറ്റ് ചെയ്ത ഒരാളെ തന്നെ അടിക്കണില്ല, അത് ഒഴിവാക്കുക എന്നുള്ളത് അഹ്വനും ഏറ്റവും നിസ്സാരം തന്നെയല്ലേ. മിൻബരി, മോട്ടിക്കാത്ത ഒരാളെ അടിക്കുന്നതിനേക്കാൾ ഏറ്റവും ലളിതമായതും എളുപ്പമായതും നിസ്സാരമായതും തെറ്റ് ചെയ്തവനെ തന്നെ അടിക്കൽ ഒഴിവാക്കുക എന്നുള്ള, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ നിരൂപണം നടത്തി. വകാദ ഇമാമുൽ റമീനി, എങ്കിൽ ഇമാമുൽ റമീനി അടുത്തു, യുവാഫിഖുഹു, ഈ പറയുന്ന മാലിക് റളിയല്ലാഹു യോജിക്കാൻ. പക്ഷെ യോജിച്ചില്ല. മഅ മുനാദാതി അലൈഹി ബിൻ നകീർ, മാലിക് റളിയല്ലാഹു അൻഹു മുർസലിനെ സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോ അതിന് ഇൻകാർ കൊണ്ടുള്ള ശബ്ദം ബഹുമാനപ്പെട്ടവര് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എതിർത്തിട്ടുണ്ട്. അതോടൊപ്പം ഐ ഖർവ മുവാഫഖതിഹി, മാലിക് റളിയല്ലാഹു യോജിക്കാൻ അടുത്തു ആ വിഷയത്തിൽ. പക്ഷെ വലം യുവാഫിഖുഹു, യോജിച്ചില്ല. വറദ്ദഹു അൽഅക്സറു മിനൽ ഉലമാ മുത്ലഖൻ, നിരുപാധികം പണ്ഡിതന്മാരും അധിക പേരും മുർസലി എന്ന് പറഞ്ഞ് തട്ടിവിട്ടു, ലക്ഷ്യത്തിന് പറ്റില്ല. അതിനെ പരിഗണിക്കണം എന്നതിന്റെ മേൽ അറിയിക്കുന്നു ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്നാണ്. മറ്റൊരു വിഭാഗം ആളുകൾ ഇത് തട്ടിയത് എടുത്തില്ല, ഇബാദത്തിന്റെ കാര്യത്തിൽ പറ്റൂല. കാരണം അന്നോ നിശ്ചയമായിട്ടും കാര്യം നാനറബീഹ, ഇബാദത്തുകളിൽ മസ്ലാത്തി, മസ്ലത്തിലേക്കുള്ള നോട്ടൊന്നും അവിടെ ഇല്ല. അവിടെ കൽപ്പിച്ചാൽ ചെയ്യലാണ് ഇബാദത്ത്. ഖിലാബി വൈരിഹ, ഇത് അല്ലാത്തതിനെതിരെ, അതേതുപോലെ ഇബാദത്ത് അല്ലാത്തത് വിൽപ്പന, അദ്ദടി, ഇതുപോലത്തിൽ അതിലൊക്കെ എന്ത് ചെയ്യാം? പരിഗണിക്കാം. വലൈസ മിന്നു മസ്ലഹത്തുൻ ളറൂരിയ്യത്തുൻ കുല്ലിയ്യത്തുൻ ഖത്ഇയ്യത്തുൻ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അതാണ് എടുക്കാനുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ അടുത്ത ഈ ക്ലാസ്സിൽ അള്ളാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിച്ച് നല്ലത് മനസ്സിലാക്കി ചിന്തിക്കാനും പഠിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ ഈ വോയിസ് നിങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.